കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. ഗോവിന്ദസ്വാമിയുടെ സൗമ്യ കേസിൽ എന്തായിരിക്കും കോടതിയിൽ നിന്നുള്ള അന്തിമ തീരുമാനം എന്നറിയാൻ എല്ലാ കണ്ണുകളും സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. തൻ്റെ ആർഗ്യുമെന്റ്സ് ഇപ്പോൾ കഡ്ജു നിരത്തുകയാണ്. ശ്രീ ജോർജ് ജോസഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തായിരിക്കും കോടതിയിൽ നിന്നും ഇപ്പോൾ ആർഗ്യുമെന്റ്സ് കഡ്ജു കോടതിക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. ചരിത്രത്തിൽ ഒരു അപൂർവ സംഭവം എന്ന് തന്നെ കരുതാം. മുൻ ജഡ്ജി ന്യായാധിപൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു കേസിൽ, പ്രമാദമായ കേസിൽ തൻ്റെ നിലപാട്, ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുമ്പോൾ കോടതി ഏതർത്ഥത്തിലായിരിക്കും അത്തരം ആസ്പെക്ട്സുകളെ മുഖവിലക്കെടുക്കുക? അല്ല, കോടതിക്ക് ഒരു തെറ്റുപറ്റിയെന്നുള്ള രീതിയിലാണ് ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നത്. അപ്പോൾ അത് കോടതി, അത്രയോ ഉന്നതനായ ഒരു വ്യക്തി, റിട്ടയർഡ് ജഡ്ജ് ഇത് പറഞ്ഞപ്പം അത് പരിശോധിക്കേണ്ട കോടതിക്ക് ഒരു ധാർമ്മികതയുണ്ടായി. അങ്ങനെ കോടതി അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം തന്നെ അദ്ദേഹത്തിന് 274(8) ഭരണഘടന അനുസരിച്ച്, CRPC അനുസരിച്ച് അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകേണ്ടത് വരില്ല. കാരണം ഭരണഘടന അത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. ഇദ്ദേഹം റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിമാരാരും വേറൊരു കേസിന് വേണ്ടി, ഒരു കക്ഷിക്ക് വേണ്ടി ഇന്ത്യയിൽ ഒരു ഫോറത്തിലും ഹാജരാകാൻ പറ്റില്ല, പ്ലീഡ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് വേണ്ടി ആക്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആക്ട് ഇതിനെതിരാണ്. ആക്ട് ചെയ്യാൻ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്ലീഡ് ഓർ ആക്ട്. പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പലരും ആ കാര്യത്തിൽ ഡിഫർ ചെയ്യുമായിരിക്കും. എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ ഡിഫറൻ്റ് ആണ്. കാരണം സുപ്രീം കോടതിയുടെ വേക്ക് തെറ്റായാലും ശരിയായാലും ഫൈനൽ വേർഡ് തന്നെ ഇന്ത്യയിൽ. യെസ്, ശ്രീ കാളീശ്വരൻ രാജ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ശ്രീ കാളീശ്വരൻ രാജ്, ഒരു നിയമവശം കൂടുതൽ തെളിയുന്ന ഒരു ഘട്ടമാണോ? കാരണം സൗമ്യ കേസിൽ കഡ്ജുവിൻ്റെ ഹാജരാകൽ, അതാണ് നമ്മൾ ആ അടിസ്ഥാനത്തിലാണ് ഒരു ചർച്ചയിലേക്ക് പോലും കടക്കേണ്ടി വരുന്നത്. ഏത് അർത്ഥത്തിൽ ഇവിടെ ജോർജ് ജോസഫ് മുൻ SP ചൂണ്ടിക്കാട്ടിയത് കോടതിയിൽ അപൂർവ സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഡ്ജു ചെയ്തത് അല്പം കടന്ന കൈ തന്നെ ആയിപ്പോയി എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. കാരണം കോടതിക്ക് മുന്നിൽ അന്തിമമാണ്. സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ അവിടെ വൈകാരികതയല്ല, അവിടെ വേണ്ടത് തെളിവുകൾ തന്നെയാണ്. ആ തെളിവുകൾ സമർത്ഥിക്കുന്നതിൽ വലിയ പിഴവ് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു. പൊതുവേ താങ്കൾ ആ കേസിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ വ്യക്തി എന്ന നിലയ്ക്ക് ഇന്നിപ്പോൾ ഈ നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ഇന്നത്തെ നടപടി എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ശ്രീ കാളീശ്വരൻ രാജ്? എന്റെ അഭിപ്രായത്തിൽ റിട്ടയർമെന്റിന് ശേഷവും ന്യായാധിപർ കാണിക്കേണ്ടുന്ന ചില പെരുമാറ്റ സംഹിതകളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ ശ്രീ കഡ്ജുവിന്റെ പരാമർശങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോൾ ചിന്തിച്ചത്. നീതിന്യായപരമായ ആചരണം, ഇപ്പോ ജസ്റ്റിസ് കഡ്ജു ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ അഭിപ്രായത്തിൽ 300-ാം വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ, ശിക്ഷാ നിയമത്തിലെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് കഡ്ജു ഉന്നയിച്ചിട്ടുള്ള വിമർശനം ഒരുപക്ഷെ പ്രകോപനപരമാണ് എന്ന് പോലും പറയണം. കാരണം 300-ാം വകുപ്പിന്റെ അനുച്ഛേദങ്ങളെ പോലും, അല്ലെങ്കിൽ അതിന്റെ ഉപവകുപ്പുകളെ പോലും, അതിലെ വിശദീകരണങ്ങളെ പോലും ശ്രദ്ധിക്കാതെയാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത് എന്ന രീതിയിലുള്ള വിമർശനം യഥാർത്ഥത്തിൽ കഴമ്പില്ലാത്തതാണ്. ഒരുപക്ഷെ ആ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത് കൊണ്ടുകൂടിയായിരിക്കണം വളരെ ബുദ്ധിപൂർവം സുപ്രീം കോടതി ചരിത്രത്തിൽ ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയത്. പ്രകടമായി അതിൽ ബഹുമാനക്കുറവില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിൽ പതിയിരിക്കുന്ന അപകടം വളരെ വലുതാണ്. ശ്രീ കഡ്ജുവിന് 2 കാര്യങ്ങൾ കൊണ്ട് ഈ കാര്യം ഞാൻ വ്യക്തമാക്കാം. ഒന്ന്, ഭരണഘടനയുടെ 124-ാം അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിക്കുന്ന ഇതിനകം ഈ ചർച്ചയിൽ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ച കാര്യം. അപ്പോ ആ രീതിയിലുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നു. അതായത് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി ഒരു കാര്യം പറയേണ്ടി വരുന്നുവെന്ന്. നീതിന്യായപരമായ അച്ചടക്കത്തിന്റെ പേരിലാണ് റിട്ടയർ ചെയ്ത ന്യായാധിപന്മാർ, സുപ്രീം കോടതി ന്യായാധിപന്മാർ വീണ്ടും കോടതിയിൽ വെച്ച് കാര്യങ്ങളെ വാദിക്കുന്നതും ഇല്ലെങ്കിൽ ഹാജരാകുന്നതും അങ്ങനെയുള്ള അവസ്ഥാവിശേഷവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഭരണഘടന നിഷ്കർഷിച്ചു. പക്ഷെ അതിന് വിപരീതമായിട്ടുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായതിന്റെ പേരിൽ കൂടിയാണ് കഡ്ജുവിനെ ഈ നിലപാട്, ഈ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടി വരുന്നത്. രണ്ടാമതായി, അദ്ദേഹത്തിന്റെ വാദമുഖം ഏതെങ്കിലും തരത്തിൽ സമർത്ഥിക്കുവാനുള്ള സാധ്യത ഒട്ടും തന്നെ ഞാൻ കാണുന്നില്ല. ഈ 2 രീതിയിലും, ഒന്ന് ഹാജരാകേണ്ടി വരുന്നു എന്നുള്ളത്,
രണ്ട്, വളരെ വിപുലമായ രീതിയിൽ തന്റെ കാര്യങ്ങൾ പറയേണ്ടി വരാൻ പോകുന്നു എന്നത്. ഈ രണ്ട് തരത്തിലും ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ നിരുത്തരവാദപരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന റിട്ടയർ ചെയ്ത ന്യായാധിപർക്കുള്ള ഒരു പാഠമായി, സന്ദേശമായി നിലകൊള്ളുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. അവിടെ വസ്തുതയിലേക്ക്, കാരണം അതിലെ ആശയക്കുഴപ്പം ഒരു പക്ഷേ എന്തുകൊണ്ട്, അല്ലെങ്കിൽ 124 വകുപ്പൊക്കെ നമ്മൾ സമർത്ഥിക്കുമ്പോഴും വസ്തുതകൾ അത് ബാലിശമാണ് മുന്നോട്ട് വെച്ച എന്ന് താങ്കൾ അഭിപ്രായം. അതായത് 300-ാം വകുപ്പിലെ 3-ാം അല്ലെങ്കിൽ 300-ലെ അനുച്ഛേദം 3-ാം വകുപ്പ്, ഉപവകുപ്പ്, അതിൽ ഈ കൊലപാതകത്തിന്റെ നിർവചനത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്നത് ഈ കേസിലാണ്. ഈ കേസിലെ ഗോവിന്ദൻ ചാമി, അതായത് ഈ സൗമ്യ ട്രെയിനിൽ നിന്നും എടുത്തു ചാടുന്നു, അവിടെ ക്ഷതം ഉണ്ടാകുന്നു, അതിനുശേഷമുള്ള ശാസ്ത്രീയമായ തെളിവുകളൊക്കെ ഒരുപക്ഷെ പരിശോധനയ്ക്ക് വരുമ്പോഴും ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദി കൊലപാതകം നടന്നു എന്ന് സുപ്രീം കോടതി സമർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതേസമയം ഗോവിന്ദചാമി അതിലേക്ക് എത്തിക്കുന്നതിനുള്ള ഘടകങ്ങളിലേക്ക് പോകുന്നതുമില്ല. ഒരു വൈരുദ്ധ്യം ഈ കേസിൽ താങ്കൾ എടുത്തു കാണുന്നത് എന്തെങ്കിലും അംശങ്ങളുണ്ടോ? ഈ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ഒന്ന്, വധശിക്ഷ സംബന്ധിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി ഈ സമീപകാലത്ത് ഒരുപക്ഷെ വളരെ കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിച്ചത് വധശിക്ഷക്കെതിരായിട്ടാണ്. വ്യക്തിഗത കേസുകളിൽ അതിനാകെയുള്ള ഒരു അപവാദം എനിക്ക് തോന്നുന്നത് തീവ്രവാദവുമായി സംബന്ധിക്കുന്ന ആരോപണങ്ങൾ ഉള്ള കേസുകൾ, അത് യാക്കൂബ് മേമന്റെ കേസിലായാലും ശരി, അതിനു മുമ്പ് അഫ്സൽ ഗുരുവിന്റെ കേസിലായാലും ശരി, കസബിന്റെ കേസിലായാലും ശരി, അത്തരം കേസുകൾ ഒഴിച്ചാൽ പൊതുവെ വധശിക്ഷക്കെതിരായിട്ടുള്ളൊരു നിലപാട് കൊലപാതക കേസുകളിലടക്കം സുപ്രീം കോടതി സ്വീകരിച്ചു എന്നുള്ളത് പൊതുവെ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. അതിനുള്ള ഉദാഹരണങ്ങൾ സൗമ്യ കേസിലെ വിധിക്ക് ശേഷവും ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നത്. രണ്ടാമതായി താങ്കൾ ചോദ്യത്തിൽ സൂചിപ്പിച്ച വിഷയം, ഇവിടെ രണ്ട് സാക്ഷികളുടെ മൊഴിയുമായി ബന്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ രണ്ട് സാക്ഷികൾ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അത് ചാർജ് ഷീറ്റിലുള്ള അന്തിമ റിപ്പോർട്ടിലുള്ള ഒരു അടിസ്ഥാനപരമായ വസ്തുതയാണ്. ഇനി പ്രോസിക്യൂഷന് വിചാരിച്ചാൽ പോലും മാറ്റാൻ കഴിയാത്തൊരു വസ്തുതയാണ്. അപ്പൊ ആ ഒരു രണ്ട് സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുണ്ടായ അവ്യക്തത അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ഒരു സന്നിഗ്ധത, അതിന്റെ പേരിലാണ് കൊലപാതക കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് മറ്റൊരഭിപ്രായം മറ്റൊരാൾക്കുണ്ടാകാം എന്നതുകൊണ്ട് മാത്രം ഒരു കേസിലെ വിധി, പ്രത്യേകിച്ചും കൊലപാതകവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസ് അപ്പീലിലെ വിധി പുനഃപരിശോധിക്കപ്പെടുകയില്ല. ഇത് ജസ്റ്റിസ് കഡ്ജുവിനും അറിയാത്തതാവാൻ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മാത്രം ഒരു തുറന്ന വിമർശനം ഒരു വകുപ്പിന്റെ അജ്ഞതയുടെ അടിസ്ഥാനത്തിലാണ്, ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് ഒരു വധ കേസിൽ, ഒരു കൊലപാതക കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞത് എന്ന രീതിയിലുള്ള വിമർശനം കുറച്ച് അലസമായി പോയി, അല്ലെങ്കിൽ കാഷ്വൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിലായി പോയി. അതുകൊണ്ടാണ് ഒരു പക്ഷേ സുപ്രീം കോടതി ജസ്റ്റിസ് കഡ്ജുവിന്റെ നേരിട്ടുള്ള സാന്നിധ്യം ആവശ്യപ്പെട്ടത്. യെസ്, അവസാനം ഒരു കാര്യം കൂടി ശ്രീ കാളീശ്വര, കാരണം ഇനി നമുക്ക് ആ നിയമതലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരുപക്ഷെ ഒരു പ്രതീക്ഷ, കാരണം അതവിടെയാണ് വൈകാരികത എന്ന അംശം വരുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ന് നാട് മുഴുവൻ ടെലിവിഷനിലേക്ക് വീണ്ടും കാതോർക്കി വേണ്ടി വരുന്ന ഒരു നിമിഷമാണ്. കാരണം ഷൊർണൂരായാലും സൗമ്യയുടെ അമ്മയടക്കം അവിടെയൊക്കെ ഇനി കോടതിയിൽ നിന്നും നമ്മൾ ഈ പ്രതീക്ഷകൾക്കൊക്കെ അർത്ഥമില്ല. ഒരു നിയമജ്ഞനായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എത്രത്തോളം അടിസ്ഥാനമുണ്ട്, സാധ്യതയുണ്ട് ഇനിയുള്ള പ്രതീക്ഷകൾക്ക്? വാസ്തവത്തിൽ നമ്മൾ ശരിയായിട്ടല്ല ഈ സൗമ്യ കേസുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെ വായിച്ചിട്ടുള്ളതും വിലയിരുത്തിയിട്ടുള്ളതും. എന്റെ അഭിപ്രായത്തിൽ ഈ കേസിൽ ഈ രീതിയിലുള്ളൊരു ശിക്ഷ, ജീവപര്യന്തം ശിക്ഷ, സൗമ്യയുടെ നേരെയുണ്ടായ അതിക്രമണക്ക് സൗമ്യയെ ഘാതകന് എന്ന് പറയാമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റൊരു തരം ഗോവിന്ദചാമിക്ക് ലഭിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിക്കുന്ന വലിയ വിജയമാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്നത്തെ നീതിന്യായ പരിസരത്തിൽ ഈ കേസിൽ സംഭവിക്കാവുന്നതിൽ വെച്ച് താരതമ്യേന സ്വീകാര്യമായ ഒരു വിധി തന്നെയാണ്. ആ വിധിയുടെ മൂല്യം ഇപ്പോഴും വേണ്ടത്ര മനസ്സിലാക്കപ്പെട്ടിട്ടില്ല.
വധശിക്ഷയ്ക്ക് വിധിച്ചില്ല എന്നുള്ള ഒരൊറ്റ പോയിന്റിൽ മാത്രമാണ് പലപ്പോഴും ആക്ഷേപങ്ങളും അല്ലെങ്കിൽ നിരാശ പ്രകടനവും നടന്നിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം നോക്കൂ, ജീവപര്യന്തം തടവ് എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ശിക്ഷ ന്യായീകരിക്കപ്പെട്ടിരിക്കുകയാണ്, സുപ്രീം കോടതിയാൽ സാധൂകരിക്കപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതി തന്നെ പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിലുള്ള ജീവപര്യന്തം ശിക്ഷയാണ്. ആ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതിയെ യഥാർത്ഥത്തിൽ അയാൾ മരിക്കുന്നത് വരെ തടവറയിൽ തന്നെ നിലനിർത്തുവാനുള്ള അധികാരവും ഈ കേസിൽ ബാധ്യതയും സർക്കാരിനുണ്ട്. സർക്കാർ ആ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഗോവിന്ദസ്വാമി പുറത്തു വരാത്ത വിധത്തിലുള്ള ശിക്ഷ അയാൾക്ക് ലഭിച്ചു എന്നുള്ളതും, അങ്ങനെ ഉള്ള ഒരു ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് ഗോവിന്ദസ്വാമി അയാളുടെ അവസാന ശ്വാസം വരെ തടവിലിടാൻ കഴിയുന്നു എന്നുള്ളതും യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരിനും നമ്മുടെ സമൂഹത്തിനും പൊതുസമൂഹത്തിനുമുള്ള വിജയമാണ്. ഈ വശം കൂടി കണ്ടുകൊണ്ട് വേണം നാം സൗമ്യ കേസിലെ വിധിയെക്കുറിച്ച് ഏകപക്ഷീയമായി ആശങ്കപ്പെടാൻ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇന്നും സന്തുലിതമായി ചിന്തിക്കുമ്പോൾ സൗമ്യ കേസിലെ പ്രതിയായ ഗോവിന്ദസ്വാമിയെ അയാളുടെ അവസാന ശ്വാസം വരെയും ജയിലിനകത്ത് കിടത്തുവാനുള്ള ഒരു വിധി ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. ആ അധികാരത്തെ സുപ്രീം കോടതി 1/2 ഡസനിലേറെ വിധികളിലൂടെ ന്യായീകരിച്ചിട്ടും സാധൂകരിച്ചിട്ടുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായി ഈ കാര്യത്തിൽ നിരാശപ്പെടേണ്ടതില്ല എന്ന ഉറച്ച അഭിപ്രായമാണ് എനിക്കുള്ളത്. യെസ്, വളരെ നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു. വളരെ വ്യക്തമായി കാര്യങ്ങളെ നിർവചിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതിന്. യെസ്, ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ജോർജ് ജോസഫ്, ചില വൈകാരികതയുടെ തലങ്ങളും യഥാർത്ഥ വസ്തുതയുടെ തലങ്ങൾ, അത് നിയമതലത്തിലുള്ള കാഴ്ചപ്പാടുകൾ, അതിൻ്റെ ആ 2 തലങ്ങളിലൂടെയുള്ള ഇടയ്ക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സമർത്ഥിച്ചത് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്. അതിലേക്ക് പോകുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ കേസിൻ്റെ ആത്യന്തികമായ ഒരു വിധിയായിരുന്നു എന്ന് നിയമത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്. എനിക്ക് തോന്നുന്നു കുറേ ഏറെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഒരു വൈകാരികതയോടുകൂടി കജ്ജുവും പെരുമാറിയോ എന്ന് തോന്നേണ്ടി വരുന്നു. അത് എന്തുകൊണ്ടെന്നുള്ള കാര്യമൊക്കെ ഒരുപക്ഷെ പല വ്യാഖ്യാനങ്ങളും അതിലുണ്ട്. എന്തായാലും കേരളക്കര കാണുന്നത് അവർക്ക് സാങ്കേതികത്വമോ നിയമത്തിൻ്റെ നൂലാമാലകളോ ഒന്നും അതിലേക്കൊക്കെ പോകാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത വലിയൊരു ജനത, അവരുടെ വൈകാരികത, അതിനുള്ള അവർക്കൊരു മറുപടി വ്യക്തമായും ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നതാണ്. കാരണം പല കേസുകളുടെയും കൂടി മുന്നോട്ടുള്ള പോക്കുകൾ നമ്മൾ കാത്തിരിക്കുകയാണ്. കേരളം വളരെ ഒരുപക്ഷെ ആശ്ചര്യത്തോടു കൂടിയും ദുഃഖത്തോടും നോക്കിക്കണ്ട കേസിൻ്റെയൊക്കെ നിയമതലത്തിലുള്ള പോരാട്ടങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആ തലത്തിൽ ഞാൻ എന്തായാലും അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജിനെ അഭിനന്ദിക്കുന്ന എക്സലൻ്റ് ഒബ്സർവേഷനായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. കാരണം ഞാൻ പല ചാനൽ ചർച്ചയിലും പറഞ്ഞിട്ടും എന്നോട് ഒരു മൃദു സമീപനം പോലും പലരും കാണിച്ചില്ല അഡ്വക്കേറ്റ്സിലും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എക്സലൻ്റ് ഒബ്സർവേഷനാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് നിയമത്തിനെ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ ഈ കേസിനകത്ത് അദ്ദേഹം പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിധിയാണ് ഇപ്പം സുപ്രീം കോടതി തന്നിരിക്കുന്നത്. കാരണം ഇതിനകത്ത് വേറൊരു റിസ്ക് ഉണ്ട്. ഇതിനകത്തൊരു ആക്സിഡൻ്റൽ ഡെത്ത് എന്ന് പറഞ്ഞ് പോലീസ് പോയാൽ അതിനായിരിക്കും നല്ല ശിക്ഷ കിട്ടുന്നത്. 304A പോയിട്ടില്ല പോലീസ്. ഇത് സുപ്രീം കോടതി നല്ലൊരു ശിക്ഷ തന്നെയാണ് കൊടുത്തെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. റേപ്പിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ആർഗ്യൂ ചെയ്യാൻ പോലും ആളൂരിനെ കോടതി സമ്മതിച്ചില്ല. അത് നമുക്ക് നല്ലൊരു ഫേവറായിട്ട് ഞാൻ കാണുന്നത്. അത് ഓപ്പൺ ചെയ്യേണ്ട, അതൊരു കൺക്ലൂസീവ് പ്രൂഫ് അതിനകത്തുണ്ട്. അത് ആ കുട്ടിയെ റേപ്പ് ചെയ്തെന്നുള്ള എവിഡൻസ് കൃത്യമായി അതിനകത്ത് DNA ഫിംഗർ പ്രിൻ്റ് അതും ഇതുമൊക്കെ അദ്ദേഹത്തിൻ്റെ രോമം കിടഞ്ഞു ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനി സംസാരിക്കേണ്ടെന്ന് ആളൂർ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അടുത്ത് സുപ്രീം ഓപ്പൺ ചെയ്താൽ താങ്കൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ചലഞ്ച് ഉണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും അതിനകത്ത് തീർച്ചയായിട്ടും വരും. കാരണം ഇതിനകത്ത് എന്നെപ്പോലെയുള്ള ഒരാൾ നോക്കുമ്പോൾ ഇതിനകത്ത് ദുരൂഹമായ ചില ഏരിയകൾ ചില കേസിനകത്തുണ്ട്. അത് തെളിയിക്കുന്നതിലാണ് പോലീസിൻ്റെ പ്രാഗൽഭ്യം. പോലീസ് അത് തെളിയിച്ച് കോടതി കൊടുക്കുന്നതാണ്. കാരണം ഈ കേസിനകത്ത് ഈ ദുരൂഹമായ ഒരു കാര്യങ്ങൾ ട്രെയിനിൽ നിന്ന് എങ്ങനെ വീണു, അത് ഇന്നും എല്ലാവരും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമായി. ആ കുട്ടി തന്നെ വീണതാണോ, എടുത്ത് ചാടിയതാണോ, അല്ലെങ്കിൽ അതിനകത്ത് സൗമ്യ അതെ മരണത്തിന് കാരണക്കാരനായ അന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഗോവിന്ദസ്വാമി തള്ളിയിട്ടതാണോ, ഇതൊക്കെ ഇതിനകത്ത് ഇവിടെയൊക്കെ ക്ലാരിറ്റി ഇല്ലാതെ പോയി. അപ്പോൾ ഇവിടാണ് പോലീസ് ക്ലാരിറ്റി കൊടുക്കേണ്ടത്. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഫേറ്റൽ ഇഞ്ചുറി തലയിലുള്ള ഇഞ്ചുറി തന്നെയാണ്. അപ്പോൾ ആ ഇഞ്ചുറിയുടെ ബേസിൽ അത് എവിടെ വെച്ചുണ്ടായി എന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. ട്രെയിനകത്താണോ വെളിവെച്ചാണോ എന്ന് ഇന്ന് സംശയമാണ്. സുപ്രീം കോടതിയിൽ ആ സംശയം നിലനിൽക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ഒരു കൺഫേം ചെയ്യേണ്ട പോലീസിൻ്റെ കടമയാണ്. അതാണ് പോലീസ് ഇൻവെസ്റ്റ്. അതുകൊണ്ട് പോലീസ് ഏജൻസിയെ CRPC പ്രകാരം ഇന്ത്യയിൽ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അതിന് ഒരു ഏജൻസി തന്നെ ഉണ്ടായിട്ട് അവരാണ് അത് കൃത്യം പറയേണ്ടത്. പ്രോസിക്യൂഷൻ്റെ തലയിൽ വെക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നതാണ്. പ്രോസിക്യൂഷന് ഈ പോലീസ് പ്രിപ്പയർ ചെയ്യുന്ന ചാർജ് ഷീറ്റ് മാത്രമേ കോടതി പറയാനൊക്കുള്ളൂ. അതിനപ്പുറത്തോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല പ്രോസിക്യൂഷന്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. എത്ര പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ആയാലും ശരി, പോലീസ് ആ പ്രോസിക്യൂഷൻ ഏജൻസി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈ കേസ് ഡയറിയിലുള്ള പോലീസിൻ്റെ കണ്ടെത്തലുകൾ മാത്രമേ കോടതി പറയാനൊക്കുള്ളൂ. പുതിയതായിട്ട് ഒരു സാധനം അതിനകത്ത് കൊണ്ടുവെക്കാനൊക്കില്ല. പോലീസിനൊരു പാകപ്പഴ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്ത് വീണ്ടും അത് ചാർജ് ഷീറ്റിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി കൊടുക്കാൻ അധികാരമുണ്ട്. ഇതിനകത്ത് പോലീസ്, ഞാൻ ആദ്യം മുതലേ പറഞ്ഞ ചില തെളിവുകൾ തള്ളിക്കളയാനുള്ള അധികാരം അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. എന്തുകൊണ്ട് ഈ 4-40 തള്ളിക്കളഞ്ഞില്ല? അത് വേണം തള്ളിക്കളയാം. അല്ലെങ്കിൽ 40ാമത്തെ ആളെ ആ കേസ് ഡയറിക്കകത്ത് ചേർക്കാതെ തള്ളിക്കളയാം. പക്ഷേ അത് തള്ളിക്കളഞ്ഞില്ല പോലീസ്. ചാർജ് ഷീറ്റ് തന്നെ കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം കോടതിക്ക് അത് പരിഗണിക്കേണ്ടി വരും. ലോവർ കോടതിയിലായാലും ശരി, ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയും അത് പരിഗണിക്കേണ്ടി വരും. അത് പരിഗണിച്ചിട്ടുണ്ട്, പരിഗണിക്കാതെ. കാരണം പോലീസ് ചാർജ് ഷീറ്റിലുള്ളതാണ്, അല്ലാതെ വെളിയിലുള്ളൊരു സംഗതിയല്ല. അപ്പോൾ അതാണ് പോലീസിൻ്റെ ഒരു എഫിഷ്യൻസി കാണിക്കേണ്ടത്. ദുരൂഹമായ കേസിനകത്ത് സാക്ഷികളില്ലെങ്കിൽ അതിനകത്ത് മോട്ടീവ് വേണം. ഞാൻ അതുകൊണ്ടാണ് അത് ഇന്ത്യൻ CRPC തെളിവ് നിയമം ഒക്കെ അതിനകത്ത് കൃത്യം പറയുന്നുണ്ട്. യാതൊരു സാക്ഷിയില്ലാത്ത ഒരു കേസിനകത്ത് ഒരാളെ കൊന്നീയെ അല്ലെങ്കിൽ തങ്കപ്പൻ ഗോപാലിനെ കൊന്നെങ്കിൽ ഗോപാലിനെ എന്തിനു കൊന്നു എന്നുള്ള മോട്ടീവ് പറയണം പോലീസ്. ധന്യരാമൻ, ആ മോട്ടീവ് ഒരുപക്ഷെ ഉദ്ദേശം, കൊലപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശം, അത് നിയമാനുസൃതം തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. ഇത് എനിക്ക് നിയമത്തിൻ്റെ ഒരു നൂലാമാലയ്ക്ക് അപ്പുറത്തേക്ക് അത് സമർത്ഥിക്കാനുള്ള പ്രോസിക്യൂഷൻ്റെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പാകപ്പിഴ എന്തായാലും ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നു എന്ന് തന്നെ കേരളക്കാരെ വിശ്വസിക്കുന്നു. അതാണ് ഈ ഇന്റൻഷൻ, അല്ലെങ്കിൽ റേപ്പിനുള്ള ഇന്റൻഷൻ, അല്ലെങ്കിൽ കൊലപാതകത്തിലുള്ള ഇന്റൻഷൻ, അതിന്റെ ഡെഫിനിഷനാണ്. അത് തെളിയിക്കേണ്ടത് അതിനകത്ത് ഏർപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇപ്പോഴപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴും നമ്മുടെ പോലീസിന് കിട്ടുന്ന പരിശീലനം അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എന്താണ്. അപ്പം ഇവിടെ ആർക്കും എന്തും ആവാം. കഴിഞ്ഞ 3 മാസത്തിനിടെ ഇവിടെ 27 റേപ്പാണ് നടന്നത്. ഞാൻ ഇടപെട്ട കേസുകൾ മാത്രം. ആ 27 റേപ്പിൽ 14 പേര് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അപ്പം ഈ കേസുകളൊക്കെ എങ്ങോട്ട് പോകും, എന്താവും ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്നുള്ളത് ഓർത്ത് ഞങ്ങളെയൊക്കെ വളരെയേറെ ദുഃഖിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ വയനാട്ടിലെ ഒരേപോലത്തെ 3 കേസ് എടുക്കാം. ഒരു മേപ്പാടിയിലെ ഒരു കണ്ണ് കാണാത്ത കുട്ടീനെ വീട്ടിനകത്ത് കയറി റേപ്പ് ചെയ്തു. രണ്ടാമത്തെ കേസ് ഭിന്നശേഷിയുള്ള ആങ്ങളയ്ക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് 8ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി തൊട്ടടുത്ത റിസോർട്ടിൽ ശനിയും ഞായറും ജോലിക്ക് പോകുന്നു. അവിടെ ജോലിക്ക് പോയ സമയത്ത് അവളെ രണ്ട് പേര് കൂടി ബലാത്സംഗം ചെയ്ത് ഡാമിൽ മുക്കി കൊല്ലാൻ നോക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരു കുട്ടി. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി 3 പെൺകുട്ടികൾക്ക് ബിരിയാണി വാങ്ങി കൊടുത്തിട്ട് അതിൽ മയക്ക് ചേർത്തിട്ട് രാത്രി 3 കുട്ടികളെ റേപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ 3 കേസിലും ആരും മരിച്ചിട്ടില്ല. ബലാത്സംഗത്തിന് ഇരയായവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് 15 വർഷം ജീവപര്യന്തം കിട്ടി. അപ്പോൾ ഒരു വ്യക്തി ഇവിടെ മരിച്ചിട്ട് കിട്ടുന്നത് വെറും 10 വർഷത്തെ. അപ്പൊ ഈ നമ്മുടെ നിയമം ഭേദഗതി വരുത്തേണ്ട സമയം എന്നേ അതിക്രമിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അത് ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ CRPCയോ അല്ലെങ്കിൽ എവിഡൻസ് ആക്ടോ അല്ലെങ്കിൽ IPC ഒന്നും നമുക്കിനി ഒന്നും തിരുത്തി എഴുതാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാർ മുൻകൈ എടുക്കണം, കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണം. അപ്പം ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഇനി കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള ആക്കം കൂട്ടുകയുള്ളൂ എന്നാണ്. കാരണം റേപ്പ് കേസുകൾ കുറയുന്നില്ല. ഇപ്പൊ 18 വയസ്സിന് മുകളിലുള്ള ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റുള്ളവരെ കൂടെ പോകുന്നത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. കാരണം റേപ്പ് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഇപ്പൊ റേപ്പാണ് ഏറ്റവും കൂടുതൽ കൂടി വരുന്നത്, അതും കുട്ടികളെ. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഇനി കൺട്രോൾ ചെയ്യാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതും കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജിഷയുടെ കേസും സൗമ്യയുടെ കേസും ഒക്കെ വലിയൊരു ചില കേസുകൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നു. ഈ ചർച്ച ചെയ്യപ്പെടുന്ന കേസുകൾക്ക് തന്നെ ഇത്തരത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ വൈകാരികതയൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്ന സ്ഥിതിക്കും ഇത്തരം റേപ്പുകൾ ഇനി കൂടില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആശങ്ക. അവിടെ ശ്രീ ജോർജ് ജോസഫ്, ഒളിച്ച് രക്ഷപ്പെടാനുള്ള പഴുതുകളായി സമർത്ഥമായി BA ആളൂർ കണ്ട ആളൂരിനെ പോലെയുള്ള ഒരുപാട് പേർ ഒരുപക്ഷെ ഈ കേസുകളിലൊക്കെ ഹാജരായേക്കാം. സമർത്ഥമായി രക്ഷപ്പെടാനുള്ള പഴുതുകൾ അവിടെ
ഈ ജിഷ കേസ് തന്നെ താങ്കൾക്ക് നോക്കാം. അവിടേക്ക് ഇതുമായി വെച്ച് നോക്കുമ്പോൾ വളരെ ദുർബലമായ ഒട്ടേറെ ഒരുപക്ഷെ ആശങ്കയുളവാക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ആണ് സ്വാംശീകരിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഒരു ദുസൂചനകളായി വരുന്നുണ്ടോ? ഇത്രത്തോളം ധന്യ പറഞ്ഞതുപോലെ ആദിവാസി മേഖലകളിലോ അല്ലെങ്കിൽ ദളിത് പെൺകുട്ടികളെ വലിയ രീതിയിൽ മാനഭംഗപ്പെടുത്തുന്നു കേസുകൾ. കഴിഞ്ഞ 9 മാസത്തെ കണക്കുകൾ ഞെട്ടിക്കുന്ന 9 മാസത്തെ കണക്കുകൾ ഞെട്ടിക്കുന്നതായിരുന്നു കേരളത്തിൽ. അപ്പോൾ ഇത്തരം കേസുകളൊക്കെ നിയമതലത്തിലേക്ക് എത്തുന്നു, സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുമ്പോൾ ഇത് എന്ത് ഓർമ്മപ്പെടുത്തലായിരിക്കും ഈ കേസ്, സൗമ്യ കേസ് നൽകുന്നത്? അല്ല, നമ്മൾ സൗമ്യ കേസിനകത്ത് ഒരു പാഠം നമ്മൾ പോലീസും നാട്ടുകാരും എല്ലാം ഒരു പാഠം പഠിക്കണം ഇതിനകത്തുനിന്ന്. കാരണം നമുക്ക് ചില ഭാഗങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ച പറ്റിയതുകൊണ്ടാണ് ഇതുപോലെയുള്ള കൾപ്രിറ്റുകൾ രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മൾ എന്തായാലും ഒരു റയറസ്റ്റ് ഓഫ് റയർ കേസുകൾ മാത്രമേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ തൂക്കാൻ വിധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് നമ്മൾ ആ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് തെറ്റ്. കാരണം അതിനുള്ള തെളിവുകൾ അങ്ങനെ റയറസ്റ്റ് ഓഫ് കേസും അല്ല ഇത്. അതിനുള്ള തെളിവുകൾ ഇതിന് വളരെ വീക്കായ തെളിവുകൾ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ പഠിക്കുമ്പോൾ ആ പ്രോസിക്യൂഷൻ ഏജൻസി അത് മനസ്സിലാക്കണം. എന്തായാലും ഈ കേസിനകത്ത് നമുക്ക് ഇപ്പം ധന്യരാമനെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഒരിക്കലും ഈ ആദിവാസികളെ സംരക്ഷിക്കാനുള്ള കാസർഗോഡിലെ അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ മേധാവിയായിട്ട് ഈ ധന്യരാമൻ്റെ ഫാദർ രാമൻ അദ്ദേഹത്തിൻ്റെ കുടിൽ ഞാൻ അന്ന് ഈ കുട്ടി വളരെ കൊച്ചുകുട്ടിയായിരുന്നിരിക്കണം, അന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ വളരെ നാൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ അവസ്ഥയ്ക്ക് ഇന്ന് വരെ മാറ്റം ഉണ്ടായിട്ട് എനിക്ക് പലരും പറയും ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കും. ഞാൻ അവരെ ഉദ്ധരിക്കുന്ന ഒരു സ്ക്വാഡിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തത്. കുറേ നാൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നും അതുങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. കേരള സമൂഹം മുഴുവൻ, ഞാൻ എപ്പോഴും പല സ്ഥലത്തും പറയാറുണ്ട്, ഇവരെ രക്ഷിച്ച് നമ്മുടെ ഒപ്പം കൊണ്ടുവരേണ്ട അവരുടെ അവസ്ഥ വളരെ മോശം തന്നെയാണ്. ഏത് ഗവൺമെൻറ് വന്നാലും UDF ആയാലും LDF ആയാലും ശരി, ഏത് ഗവൺമെൻറ് വന്നാലും അവിടെ മറ്റുള്ള ആൾക്കാർ അവരെ തീർച്ചയായിട്ടും അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതുപോലെയുള്ള കേസുകൾ അവിടെ ഇതുപോലെ നടന്നിട്ടുണ്ട്. അവരുടെ അവിഹിത ഗർഭങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് ഇന്നും. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം തീർച്ചയായിട്ടും LDF ആയാലും ശരി UDF അധികാരത്തിൽ വരുന്നവരും പൊതുജനങ്ങളൊക്കെ അതുങ്ങളെ നമ്മുടെ ഒപ്പം ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഞാനിപ്പോഴാണ് അവിചാരിതമായിട്ടാണ് രാമനെ പറ്റി എത്രയോ വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ നിന്ന് എനിക്ക് അതിന് 1-2 പണിഷ്മെൻറ്റും കിട്ടി അവരുടെ കൂടെ നിന്നതിന്. എനിക്ക് കാസർഗോഡ് നിന്നൊരു ട്രാൻസ്ഫർ കിട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നതിനാണ്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ സൗമ്യയെ പോലെയുള്ള ഇതുപോലെയുള്ള കേസുകളിൽ മാക്സിമം ശിക്ഷ വാങ്ങിച്ച് പ്രതികൾക്ക് കൊടുക്കണം. അതിന് പോലീസ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടെക്നോളജി സ്വീകരിക്കണം. അതുപോലെ തന്നെ ദുരൂഹമായ ഇങ്ങനെയുള്ള ഏരിയകളിൽ പോലീസിന് കുറച്ചുകൂടെ കാര്യക്ഷമത വരുത്താനായിട്ട്, അത് കേരളത്തിലെ അന്വേഷണ കുതികളായ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോലീസ് വർഗം വളരെ കുറഞ്ഞു, വളരെ വിരലുണ്ടാവുന്നവർ മാത്രമേ ഉള്ളൂ. ജിഷ കേസ് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ജിഷ കേസിനകത്ത് വളരെയധികം വീഴ്ചകൾ കാണുന്നുണ്ട്. യഥാർത്ഥ പ്രതിയെ തന്നെ പിടിക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിനകത്ത് പോലീസ് ഇൻ്റർപ്രറ്റ് ചെയ്ത് തെറ്റിപ്പോയി. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത 2 പേര് 2 ഒപ്പീനിയൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സൗമ്യ കേസിനകത്ത് തന്നെ. അതൊക്കെ ഒരു വീഴ്ച തന്നെയാണ്. അത് എന്താ അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം? അതിലൊരു പോസ്റ്റ്മോർട്ടം ഡോക്ടറെ ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയെടുക്കുക വരെ ഉണ്ടായിട്ടുണ്ട്. 2 പേരും പറയണത് ഫെയ്റ്റൽ ഇഞ്ചുറി തലയ്ക്കൻ തന്നെയാണ്. അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള അതിൻ്റെ കോസ് ഓഫ് ഡെത്ത് അത് ബ്ലഡ് ത്രോട്ടിൽ ചെന്ന് ഇരുന്നിട്ടാണ് മരിച്ചതെന്നും ബ്രെയിനിൽ പോയി ഇരുന്നിട്ടാണ് മരിച്ചാലും ഫെയ്റ്റൽ ഇഞ്ചുറി തന്നെയാണ്. അതിനൊക്കെ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത സമയം കളയേണ്ട കാര്യമില്ല. അത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുള്ള പിഴവാണ്. അവർ 2 പേരും 2 വിധത്തിലും മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുള്ള കുറ്റം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇനി ഈ സൗമ്യ കേസിന് നമുക്ക് സംഭവിച്ച ആ വീഴ്ചകളെല്ലാം മാറ്റിയെടുത്ത് നമുക്ക് ഇനി വരുന്ന കേസുകളിൽ അത് ഒരു കേസ് ചാർജ് കൊടുത്തെന്ന് വിചാരിച്ചാലും അത് പോലീസിന് ചാർജ് പിൻവലിച്ചിട്ട് വീണ്ടും ഒരു ഫ്രഷ് ചാർജ് കൊടുക്കാം. അല്ലെങ്കിൽ 173(8) CRPC വീണ്ടും നമുക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുവരുന്ന യാതൊരു തടസ്സവുമില്ല. ജിഷ കേസിനകത്ത് അങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നം വന്നു ചേർന്നിട്ടുണ്ട്. അതിനകത്ത് പോലീസ് എന്താണെന്ന് എനിക്കറിയില്ല. അതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ അവസാനം ഈ അടുത്ത ആളുകൾ കണ്ടു. അത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു ചാർജ് ഷീറ്റ് തന്നെയാണത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് തന്നെയാണ്. അപ്പോൾ സൗമ്യ കേസിന് സംഭവിച്ച പോലെ തന്നെ അവിടെയും സംഭവിക്കുമെന്നാണ് എൻ്റെ